ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1582. ഇന്ന് ഏപ്രിൽ മാസം 30 121 ദിവസത്തിലെത്തി. ഈ ആണ്ടിലെ 4 മാസത്തിന്റെ ഒടുവിലത്തെ ദിനമാണ്. ക്രിസ്തുയേശു പറയുകയാണ്, അതും അനീതി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് അവരെ കണ്ടിട്ട്, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയുന്നില്ല. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ തിരുവചനത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളും വല്ലാതെ ഞടുങ്ങുന്നത്. ഇതൊരു പരാജയത്തിന്റെ അവസാനത്തെ ഇടമാണ്. യേശു പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല. യേശുവിനെ കുറിച്ചുള്ള എന്റെ അറിവും ധാരണയും വിശ്വാസവും ആത്മവിശ്വാസവും കുറച്ച് അഹന്തയും ഒക്കെ തകരുകയാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ദൈവം തന്റെ മക്കളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ സങ്കടകരമായി മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്, ഭൂമിക്ക് മീതെയുള്ളത്? നമുക്ക് വളരെ പരിചിതനായ, നമ്മുടെ നന്നായി അടുത്തറിയാവുന്ന ഒരു വ്യക്തി ഏതാനും നാളുകൾക്ക് ശേഷം നമ്മെ കാണാൻ ഇടവരുന്നു എന്ന് ചിന്തിക്കുക. അദ്ദേഹം നമ്മളെ തിരിച്ചറിയാത്തതുപോലെ പെരുമാറിയാല് നമുക്കത് എത്രമാത്രം വേദനാജനകമായിരിക്കും. അത്തരമൊരു അവസ്ഥയുടെ ഒരു 10,000-ത്തിലധികം ഇരട്ടി അനുഭവത്തിന്റെ തീവ്ര വേദനയിലാവും ഈ ജനക്കൂട്ടം. യേശുവിനെ അറിയുന്ന, യേശുവിന് വേണ്ടി എന്തെല്ലാമോ ഒക്കെ ചെയ്യുന്ന, അത് കള്ളമൊന്നുമല്ല അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. അത് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ടും അതൊന്നും യേശു അങ്ങോട്ട് അറിയാതെ പോയോ, തിരിച്ചറിയാതെ പോയോ, കാണാതെ പോയോ, പരിഗണിക്കാതെയും ഗൗനിക്കാതെയും പോയോ? എന്നിട്ടാണ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ നിന്ന് പോകുവിൻ. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളുടെ പേരില് എന്താണ് ഇവർ രക്ഷപ്പെടാത്തത്? ചെയ്തു കൂട്ടിയ നന്മകളുടെയും സൽക്കർമ്മങ്ങളുടെയും പേരില് ഇവരെന്താണ് യേശു സന്നിധിയിൽ കൂടുതൽ പരിഗണിക്കപ്പെടാതെ പോയത്? അവനവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ പോലും ഒരുപക്ഷെ നമുക്ക് ദുഷ്കർമ്മങ്ങളെക്കാളും കടുത്ത ഫലം തരുന്ന കാര്യമായി പതിയെ ഭാവിയിൽ മാറുന്നുണ്ടോ? സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അവയോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിലാണോ എന്റെ കുഞ്ഞു കുഞ്ഞ് സൽക്കർമ്മങ്ങൾ? അതിനാണ് നമ്മൾ കൃത്യമായൊരു വിശദീകരണവും ഉത്തരവും കൊടുക്കേണ്ടത്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.